السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. مدد رياض الصالحين كلاس. بر الوالدين وصلة الأرحام. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബ ബന്ധത്തെ ചേർക്കുക എന്ന ഭാഗമായിട്ട് ഞാൻ വിവരിച്ചു വന്നിട്ടുള്ളത്. അതിൽ ഇന്ന് ഇപ്പൊ വിവരിക്കൊണ്ടത് 318 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നബിയെ, ഞാൻ എൻ്റെ കുടുംബത്തെ ചേർക്കുക, എൻ്റെ ഫാമിലി ഞങ്ങളുടെ മക്കളാണ് കൊണ്ടത്, പക്ഷെ അങ്ങനെ എൻ്റെ അവഗണിക്കുക, അങ്ങനെ എൻ്റെ ചേർക്കില്ല, എൻ്റെ മുറിക്കില്ല, എൻ്റെ കുടുംബ ബന്ധത്തെ ദൂരത്താക്കുന്നോട്ട് മുറിക്കിടാറ് നന്നിട്ട് അങ്ങ് ആ ഒരു സ്നേഹവും വിശ്വവും അങ്ങ് കണ്ടില്ല. ഞാൻ അങ്ങോട്ട് ആ സ്നേഹത്തിലും വിശ്വത്തിലും പിന്നെയും പോയിക്കൊണ്ടിരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചിന്ത, നീ ചൊല്ലത് ശരിയില്ലെങ്കിൽ, അതായത് നീ പോണ്ട അങ്ങ് എന്തായാലും നീ സഹിക്കില്ല, അങ്ങ് വേണ്ടാത്തതെല്ലാം ചെയ്തെന്നുണ്ടെങ്കിലും നീ അത് സഹിച്ചോട്ടെ, ഇതെല്ലാം ശരി ഒപ്പം കണ്ടെങ്കിൽ നീ അങ്ങ് ചൂടുള്ള വെണ്ണീർ തിന്നുവാക്കിയതുപോലെ ചെന്നെങ്കിൽ നീ കുടുംബ ബന്ധം ചേർക്കുമ്പോഴത്തും അങ്ങ് അതിലെ നിന്റെ ഇൻസൾട്ടാക്കുമ്പോഴത്തും നീ ഞങ്ങൾക്ക് ചൂടുള്ള വെണ്ണൂർ തിന്നുവാട്ടി വെച്ചെങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് അള്ളാഹുടെ അടുത്ത് ശിക്ഷയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കരുത്. അതായിട്ട് ചൂടുള്ള വെണ്ണൂർ തിന്നുവാട്ടിയതുപോലെ മാത്രമല്ല, നീ അങ്ങനെ മേയ്ക്കുമ്പോൾ അള്ളാഹുടെ ഭാഗത്തിൽ നിനക്ക് സഹായി ഉണ്ടായോണ്ടേയിരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായിട്ട്, ഒന്ന്, കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നുള്ളത് പ്രതിഫലമുള്ള കാര്യം. രണ്ട്, അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് അയാൾക്ക് സഹായമുണ്ട്. എന്തെങ്കിൽ ഇയാൾ ചേർക്കുന്നത് അങ്ങ് അതിലെ ഇയാൾ ഇൻസൾട്ടായിട്ടുള്ളത്, അങ്ങ് ഉപദ്രാക്കുമ്പോൾ ഇയാൾ സഹിച്ചുള്ളൂ, അങ്ങ് പിന്നെയും വേണ്ടാത്ത ഇയാൾക്ക് ചെയ്തത് എന്നെങ്കിലും ഇയാൾ സഹിച്ചിട്ടത് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുമ്പോൾ നീക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും അങ്ങക്ക് വലിയ ശിക്ഷ കിട്ടിയിട്ടുള്ളത് കാരണം കിട്ടുന്നുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവരിക്കുന്നു. അപ്പോൾ ഈ കുടുംബ ബന്ധത്തെ മുറിക്കുക എന്നുള്ളത് വലിയ ശിക്ഷയുള്ള കാര്യം, അത് വലിയ ദോഷമുള്ള കാര്യം. ഉണ്ടാവും, അത് ചേർക്കിടവണം അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് സഹായമുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഇനിയൊരു ഹദീസ് കൂടി ചൊല്ലുന്നുണ്ട് ഇതേ ക്ലാസ്സിൽ തന്നെ. കുടുംബ ബന്ധം ചേർക്കിടവനുണ്ട് ആയുസ് പുറത്തുണ്ടാവും, ദീർഘായുസ് കിട്ടും. മാത്രമല്ല അവന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവും, അവന്റെ നാദാർ നല്ലത് ചൊല്ലും. അവൻ മരിച്ചിട്ടുണ്ടെങ്കിലും അവനെ സംബന്ധിച്ച് നല്ല ചൊല്ലുന്ന ആളുണ്ട്. അതും അതിനെ സംബന്ധിച്ചുള്ള ഹദീസ് ഈ ബാബുലുണ്ട്. നമുക്ക് 318 ഹദീസ് നോക്കാം. വഅൻഹു റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് തന്ന ഹദീസ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരാൾ പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖറാബതൻ അസ്റുഹും വയഖതൗനി, നമുക്ക് കുടുംബത്തിനുള്ള നാണങ്ങളെ ചേർക്കുക, അങ്ങനെ എൻ്റെ മുറിക്കുക. നാണങ്ങൾക്ക് എപ്പോഴും ബന്ധത്തിലേക്ക്, പക്ഷെ അങ്ങനെ ആ ഒരു ബന്ധം നിലനിൽപ്പാട്ടില്ല. നാണങ്ങൾക്ക് നല്ലതാണ്, അങ്ങനെയൊക്കെ വേണ്ടാത്തതാണ്. അങ്ങനെന്തിനും വേണ്ടാത്ത ഞാനത് സഹിച്ചോട്ടെ. നന്റെ മേൽ അങ്ങ് എന്താ ജഹലത്തറം കാട്ടുക, ഒരു അറിവില്ലാത്ത ചെയ്തതുപോലെ നന്റെ മേൽ അങ്ങ് ചെയ്തത് നല്ല ആ ഒരു സ്നേഹത്തിനും വിശ്വത്തിലല്ല അങ്ങ് പെരുമാറുക. ഒരു ക്രൂരമായ നിലക്കാരുടെ സ്വഭാവം. നബി തങ്ങത്തില്ല, നീ ചൊന്നതുപോലെ നീ ഒപ്പുണ്ടെങ്കിൽ അങ്ക് ചൂടുള്ള വെണ്ണൂറ് നീ തിന്നുവാട്ടവനെ പോലെ, മല്ല ചൊന്നു ചൂടുള്ള വെണ്ണൂറ് തുസിഫു എന്ന് അങ്ങ് പായ്ക്ക് മറക്കണേ. അതുപോലെ കിട്ടണമെങ്കിൽ അള്ളാഹുടെ ശിക്ഷ അങ്ങക്ക് അത് കാരണമായി അള്ളാഹുടെ ഭാഗത്ത് നിന്ന് ശിക്ഷയായിട്ട് കിട്ടുന്നു. അള്ളാഹുടെ ഭാഗത്തിൽ എനിക്ക് സഹായിപ്പെടാനും എന്റെ ശക്തിപ്പെടുത്താനും ഉണ്ടായോണ്ട് അരയും മാതും തരാതായി നീ അതേപോലെ ദായമായിട്ടിരിക്കുമ്പോ നിക്കങ്ങ് വേണ്ടാത്ത ചെയ്താറ്, നിന്റെ അങ്ങ് മുറിക്കിടാറ്, നിന്റെ ഒട്ടുകു ബന്ധത്തെ ചേർക്കല്ല.
നിന്റെ ഇൻസൾട്ടാക്കുക എന്നാൽ അള്ളാഹുടെ ഭാഗത്തിൽ നിനക്ക് സഹായിക്കുള്ള സഹായം നിന്റെ അടുത്ത് എപ്പോഴും ഇരിക്കും. നീ ഇതേ നിലനിൽക്കും. അങ്ങനെ ഉപദ്രവം നീ സഹിച്ചോട്ടെ, അങ്ങനെ ബുദ്ധിമുട്ട് നീ സഹിക്കില്ല. നീ അങ്ങോട്ട് നല്ല നിലയ്ക്ക് പെരുമാറുക, അങ്ങനെ കേട്ട ക്രൂരമായി പെരുമാറുന്നത്, ആ നിലക്കൊക്കെ നീ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള സഹായം നിന്റെ അടുത്ത് എപ്പോഴും ഇരിക്കൂ എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. റവാഹു മുസ്ലിം. وتصفهم بضم التاء وكسر السين المهملة وتشديد الفاء. تصفون أودنا مد لنا بفتح الميم وتشديد اللام وهو رماد الحاء ചൂട് ഉള്ള وهو رماد الحاء ചൂടുള്ള വെണ്ണൂറ്. ഐ കഅന്നമാ തുയിമു റമാദ الحاء ചൂടുള്ള വെണ്ണൂറ് നീ തിന്നുവാണ്ടതിനെ പോലെ. وهو تشبيه لما يلحق من الإثم بما يلحق ആകില റമാദിൽ ആദി മിനൽ അലം. അത് ഈ ചൂടുള്ള പെണ്ണൂറത്തിന്മാട്ടത് പോലെ ചെന്നത് ചൂടുള്ള പെണ്ണൂറത്തിന്റെ അവന് എന്തെല്ലാം കഷ്ടം അനുഭവിക്കോ അതുപോലത്തെ കഷ്ടം അനുഭവിക്കേണ്ടി വണ്ട് എന്ന് നമുക്ക് ദോഷമുണ്ട്. ഈ ഓണക്കെന്തും ഓന്റെ ഭാഗത്തിൽ നിന്ന് തപ്പന്നില്ല, ഓണക്കതൊക്കെനല്ല ഓണക്ക് പ്രതിഫലം കിട്ടും. ലാക്കി ഓന്റെ ഹക്കിൽ അങ്ങ് വീഴ്ച വരുന്നത് കൊണ്ട് നമുക്ക് വലിയ ദോഷമായിട്ട് കിട്ടുകൊണ്ട് വൈദ്യസാരിയുമില്ല. മാത്രമല്ല ഓണക്ക് അങ്ങ് ഇടങ്ങിയ പോയി ചേർത്തനം മാത്രമല്ല ഓണം ബുദ്ധിമുട്ടാക്കാറ്, ഓടെ ഇടങ്ങിയാക്കാറ്, ഓന്റെ ഇൻസൾട്ടാക്കാറ്, അതൊക്കെ ഈ മനസ്സിൽ സഹിക്കുന്നത്. അപ്പൊ അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് സഹായം ഉണ്ടാവും, അന്ന് എന്താവും അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് വലിയ ദോഷവുമുണ്ട്, ശിക്ഷയുമുണ്ട്. 319 وعن انس رضي الله عنه ان رسول الله صلى الله عليه وسلم قال من احب ان يبسط له في رزقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കാൻ അവന്റെ റിസ്കിൽ വിശാലത ചെയ്യുന്നുണ്ട്. അവൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവന്റെ റിസ്ക് വിശാലമായിട്ടുണ്ട്. റിസ്ക് ചൊല്ലത് തിന്നെടുത്തും കുടിക്കത്തും അവനത് താമസിക്കേണ്ടതും എല്ലാം പെട്ടത് ഇതൊക്കെ വിശാലമായി കിട്ടുന്നുണ്ടെങ്കിൽ അവന്റെ അസറിച്ചെങ്കിൽ അവന്റെ ആയുസ് നീണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ. എന്നതിന്റെ മാന അവന്റെ ആയുസ് അള്ളാഹു നീട്ടി കൊടുക്കുക. അപ്പൊ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് എന്റെ അവന്റെ റിസ്ക് വിശാലമാവുന്ന കാരണമാവും, അവന്റെ ആയുസ് നീട്ടി കിട്ടുന്ന കാരണമാവും. അവന്റെ ആയുസ് അള്ളാഹു നീട്ടി കൊടുക്കുക. അതല്ലേ അല്ലെ, അതൊക്കെ 2-3 അർത്ഥം. ഒരർത്ഥമായിട്ടുള്ളത് പിന്നൊന്നായിട്ടുള്ളത് അവന്റെ ശരീരത്തിന് നല്ല ആരോഗ്യവും തത്വശക്തിയും കിട്ടുക, അതുപോലെ ബർക്കത്ത് കിട്ടുക. പിന്നെ ഓൺ മരിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ആത്മാന് നല്ല ഇതൊക്കെ ഇതിൽപ്പെട്ടത്. അപ്പൊ ഓന്റെ ആയുസ് നീണ്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ എങ്ങനെ അള്ളാഹു തആല ഇത്ര വർഷം കണക്കാക്കുക ഈ കുടുംബ ബന്ധം ചേർത്താൻ കഴിഞ്ഞെങ്കിൽ അവന് ഇത്ര എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആയുസ് ചേർത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത്ര എന്ന നിലക്ക് കണക്കുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചതായിട്ടും കാണാം. അപ്പൊ അവനത് അള്ളാഹു ആയുസ് കണക്കാക്കിയ ഇത്ര വർഷമായിട്ടും കുടുംബ ബന്ധം ചേർത്തത് കൊണ്ട് ചേർത്തേൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത്ര അത് പിന്നെ അടവും. അപ്പൊ കുടുംബത്തെ ചേർക്കുക എന്നുള്ളത്, കുടുംബമായിട്ടുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളത് അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. റിസ്ക് വിശാലമാവും, കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, ജീവിതത്തിൽ സന്തോഷമുണ്ടാവും, ആയുസ് വീണ്ടും കിട്ടും. അങ്ങനെ പല നേട്ടങ്ങൾ ദുനിയാവിലുണ്ട്, ആഖിറത്തിലുമുണ്ട്. ഒരു പക്കത്ത് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുള്ള ഒന്നായിട്ടുണ്ട് കുടുംബ ബന്ധം ചേർക്കുക. ഇൻഷാ അല്ലാഹ് ഇതിനെ സംബന്ധിച്ചോ ഇനിയും ഹദീസുകളുണ്ട്. 2 ഹദീസ് ഈ ക്ലാസ്സിൽ വിവരിച്ചത് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, ഖൈറിന്റെ ആത്മാവിൽ അള്ളാഹു കൊടുത്തട്ടെ, ഇൽമും ഈമാനും അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.